ഈ ജൂലൈയിലെ എക്സാം എഴുതുന്ന എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് ഒന്നുകൂടി വെൽക്കം ചെയ്യുകയാണ്. സോ അവർ ടോപ്പിക് ഈസ് ദ ഫോക്കസ് ഏരിയാസ് ഫോർ ജൂലൈ CSIR physics examination. So we will be discussing about the key focus areas and where should you invest your remaining preparation time. നമ്മൾ ഈ സിലബസ് മുഴുവൻ ഇരുന്ന് ഇനി പഠിക്കാനുള്ള സമയമൊന്നുമില്ല. ഇനിയുള്ള കുറച്ച് സമയങ്ങൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങളിൽ എവിടെയൊക്കെ നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് പോകണം എന്നുള്ള കാര്യമാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ജൂലൈയിലെ CSIR ഫിസിക്സ് എക്സാം ഇങ്ങെത്തി. മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ജൂലൈയിൽ അവർ നിശ്ചയിച്ച ദിവസങ്ങളിൽ തന്നെ എക്സാം നടക്കും. എല്ലാവരും അവസാന വട്ട മിനുക്കുമണികളിലാണ്, പഠനത്തിലാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ അവസാനമാകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും എത്ര നന്നായിട്ട് പഠിച്ച ഒരാൾക്കും നല്ല ടെൻഷനുള്ള സമയമാണ്. ശരിയല്ലേ? എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ എഴുതുന്ന സമയത്താണെങ്കിലും ഓരോ ദിവസവും കടന്നു പോകും തോറും എനിക്ക് ടെൻഷൻ കൂടി വരും. കാരണം അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പം ഞങ്ങൾ റൂമിൽ ഒരു കലണ്ടറിൽ ഓരോ ദിവസവും ഇങ്ങനെ റെഡ് ഇങ്ക് കൊണ്ട് ഇങ്ങനെ വെട്ടി ഇടും. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് വെട്ടുന്നത്. ഒന്ന്, ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ പോകാൻ പറ്റുന്ന ഒരു ദിവസം, ഇത്ര ദൂരം 6 മാസം വീട്ടിൽ നിന്ന് വിട്ടു നിന്ന് പഠിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീട്ടിലേക്ക് 6 മാസം കൂടി ഒന്ന് പോകാൻ കിട്ടുന്ന ഒരു സമയം, അത് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. 2 എക്സാമിൻ്റെ ദിവസങ്ങളും. അപ്പോൾ ഈ 2 വെട്ടും കൂടി വരുമ്പോഴേക്കും എക്സാമിൻ്റെ കാര്യം ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. പക്ഷേ വീട്ടിലേക്ക് പോകാമല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരാശ്വാസവും. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ പ്രധാന എയിം എന്ന് പറയുന്നത് എക്സാം തന്നെയായിരുന്നു. കാരണം നമ്മുടെ ഒരു ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ് വരാൻ പോകുന്നത് അവിടെയാണല്ലോ. അപ്പോൾ എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ടെൻഷൻ അവിടെ കിടപ്പുണ്ടായിരുന്നു. ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മളിങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നു, ഹാർട്ട് ബീറ്റ് അങ്ങ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അത്രയും ടെൻഷനായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എനിക്കൊരു അസുഖമുള്ളത്, ഞാൻ ഇങ്ങനെ കുറച്ച് മുമ്പേയൊക്കെ ഇങ്ങനെ പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത് നോക്കും. അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പേ പഠിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് നോക്കും. അപ്പോൾ ഇങ്ങനെ ഓർക്കുമ്പോൾ ചിലപ്പോൾ ഈ സാധനങ്ങൾ ഓർമ്മ കിട്ടില്ല, ചിലപ്പോൾ ഓർമ്മ കിട്ടും, പാർഷ്യലായിട്ടുള്ള ഓർമ്മയായിരിക്കും, ചിലപ്പോൾ നന്നായിട്ട് ഓർക്കാനും പറ്റും. ഓർക്കാൻ പറ്റുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മറന്നു പോവുകയൊക്കെ ചെയ്താൽ വീണ്ടും ഈ ടെൻഷൻ അങ്ങ് കൂടും. പഠിക്കുന്ന കാര്യങ്ങൾ ഞാൻ മറന്നു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ സാധനങ്ങൾ പരീക്ഷയ്ക്ക് പോയി എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ പല പല ടെൻഷനുകളാണ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ടെൻഷൻ നന്നായിട്ട് മനസ്സിലാവും. സോ ടെൻഷൻ അടിച്ചോളൂ എന്ന് ഞാൻ പറയുന്നില്ല, ടെൻഷൻ കുറച്ച് കുറയ്ക്കുക. ടെൻഷൻ കുറച്ചിട്ട് പഠനത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. കാരണം നമ്മൾ ടെൻഷനിൽ ഫോക്കസ് ചെയ്യാതെ പഠനത്തിൽ ഫോക്കസ് ചെയ്താൽ ഉറപ്പായും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും എന്നതിന് സംശയമില്ല. സോ എല്ലാവരെയും, ഈ ജൂലൈയിലെ എക്സാം എഴുതുന്ന എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് ഒന്നുകൂടി വെൽക്കം ചെയ്യുകയാണ്. സോ അവർ ടോപ്പിക് ഈസ് ദ ഫോക്കസ് ഏരിയാസ് ഫോർ ജൂലൈ CSIR physics examination. So we will be discussing about the key focus areas and where should you invest your remaining preparation time. നമ്മൾ ഈ സിലബസ് മുഴുവൻ ഇരുന്ന് ഇനി പഠിക്കാനുള്ള സമയമൊന്നുമില്ല. ഇനിയുള്ള കുറച്ച് സമയങ്ങൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങളിൽ എവിടെയൊക്കെ നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് പോകണം എന്നുള്ള കാര്യമാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് യുവർ കീ കോൺസെപ്റ്റ്. സ്റ്റോപ്പ് സ്റ്റഡിയിങ് എവറിത്തിങ്. നമുക്ക് ഏറ്റവും വലിയൊരു മിസ്കോൺസെപ്ഷൻ എന്ന് പറയുന്നത് സിലബസിലെ ആദ്യ പേജ് മുതൽ അവസാനത്തെ പേജ് വരെ, ആദ്യ വേർഡ് മുതൽ അവസാനത്തെ വേർഡ് വരെ എല്ലാം പഠിക്കുക എന്നുള്ളതാണ്. ബട്ട് ദാറ്റ് കോസസ് യു നത്തിങ്. അത് നിങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അത് നമ്മുടെ ലോഡ് കൂട്ടുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് അതുകൊണ്ടൊരു ഗുണവും ഉണ്ടാകുന്നില്ല. സോ ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ഇൻ ദ ഫൈനൽ മന്ത് ഈസ് കംപ്ലീറ്റിംഗ് ദ സിലബസ്. ദറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക്. ബട്ട് വാട്ട് യു ഷുഡ് എയിം? യു ഷുഡ് എയിം ഫോർ മാക്സിമൈസിങ് മാർക്സ്. ഹൗ ടു മാക്സിമൈസ് മാർക്സ്? എങ്ങനെയാണ് നിങ്ങൾക്ക് മാർക്ക് കൂട്ടാൻ പറ്റുന്നത്? സോ മാർക്ക് കൂട്ടാനായിട്ട് നിങ്ങൾക്ക് നേരത്തെ നടന്ന എക്സാമുകളെ ഒന്ന് അനലൈസ് ചെയ്ത് ഏതൊക്കെ പോർഷനിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. 2, എക്സ്പേർട്ടായിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് അവരുടെ ഹെൽപ്പ് ചോദിക്കാം. എന്നിട്ട്
അവരോട് നിങ്ങൾ ചോദിക്കുക ഏതൊക്കെ ഭാഗമാണ് ഇനി ഞങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, സോ അപ്പോൾ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം, ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ ഏതൊക്കെ ഭാഗങ്ങൾ റിവൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, പഠിക്കണമെന്നല്ല റിവൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഓക്കെ, സോ സ്മാർട്ട് പ്രിപ്പറേഷൻ ഓൾവേസ് ബീറ്റ്സ് ഹാർഡ് പ്രിപ്പറേഷൻ. ക്ലിയർ? സോ what will you learn? So you should learn in your final month what are things you should learn: high scoring topics, frequently repeated concepts, hidden scoring opportunities, final revision strategy and time allocation. So ഇത്രയുമാണ് നിങ്ങൾ ഫൈനൽ മന്തിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളായിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹൈ സ്കോറിംഗ് ടോപ്പിക്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ UGC നെറ്റ് എക്സാമിന് 2024 ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ അതേപടി എടുത്ത് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് എന്നൊക്കെ കണ്ടു. സോ നമുക്കും അങ്ങനെ വന്നുകൂടായികയൊന്നുമില്ല. ഇനി അവരുടെ എക്സാം ക്യാൻസൽ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി ഒരു തീരുമാനവും വന്നിട്ടില്ല. ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ നേരത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കി പഠിച്ച ആൾക്കാർക്ക് ലോട്ടറി അടിച്ചതുപോലത്തെ ഒരു എഫക്റ്റ് ആയിരിക്കും. ശരിയല്ലേ? സോ അതുകൊണ്ട് നമുക്കും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യപ്പെടായികയൊന്നുമില്ല. ഇത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ഒരു 2-3 എണ്ണം ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരും. ഇപ്പോൾ 2-3 എണ്ണം സി പാർട്ടിൽ റിപ്പീറ്റ് ചെയ്ത് വന്ന് നമ്മളത് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. സോ അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എപ്പോഴും നിങ്ങൾക്ക് ഒരു നിധിയാണ്. സോ അത് അനലൈസ് ചെയ്ത് തന്നെ പഠിക്കുക. ക്ലിയർ? സോ ഹൗ CSIR ക്വസ്റ്റ്യൻസ് ആർ ആക്ച്വലി ഡിസൈൻഡ്. നമുക്ക് എപ്പോഴുള്ള സംശയമാണ്, ഇവൻ ഇതെങ്ങനെ ഈ ചോദ്യം ഇടും? ശരിയല്ലേ? നമുക്ക് എപ്പോഴും ഉള്ള ചോദ്യം, ഒരു ചിന്തയാണ്, ഇത് എവിടുന്ന് ഈ ചോദ്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ എങ്ങനെ കൃത്യമായിട്ട് നമുക്ക് തെറ്റുന്ന ഓപ്ഷൻ തന്നെ ഇവർ കൃത്യം കൊണ്ട് ഇടുന്നു. ഇതൊക്കെ നമുക്ക് ഉണ്ടാകുന്ന സംശയങ്ങളാണ്. ശരിയല്ലേ? സോ അതായത് ദേ വിൽ ബി ടേക്കിംഗ് എ കോൺസെപ്റ്റ്. ആ കോൺസെപ്റ്റിൻ്റെ ആപ്ലിക്കേഷൻ, ദേ വിൽ ബി തിങ്കിങ് ഓഫ് അബൌട്ട് ദ ആപ്ലിക്കേഷൻ ഓഫ് ദാറ്റ് കോൺസെപ്റ്റ്. And then only comes the mathematics. Okay, so this is the framework for every question. Okay, first you should think of a concept designed in that question. ചോദ്യം എന്തോ ആയിക്കോട്ടെ, അവർ ചോദ്യം ഇടുന്നത് എങ്ങനെയെന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഏതൊരു ചോദ്യം നമുക്ക് കിട്ടിയാലും നമ്മൾ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റ് ഏതാണ് എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ദെൻ ആ കോൺസെപ്റ്റിൻ്റെ എന്ത് ആപ്ലിക്കേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. പെർട്ടർബേഷൻ തിയറി, ടൈം ഇൻഡിപെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി നിങ്ങൾ പഠിച്ചു. അതിൽ എന്ത് ആപ്ലിക്കേഷനാണ്? അതിൻ്റെ 1 ഡയമെൻഷണൽ ബോക്സിലെ ആപ്ലിക്കേഷനാണോ, ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററി ആപ്ലിക്കേഷനാണോ, ഹൈഡ്രജൻ ആറ്റത്തിലുള്ള ആപ്ലിക്കേഷനാണോ, മറ്റേതെങ്കിലും സിസ്റ്റത്തിൽ കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷനാണോ ഈ വന്നിരിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെ? അപ്പോൾ അത് പഠിക്കുമ്പോൾ, അത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ രണ്ടാമത്തെ സ്റ്റെപ്പ് വരെ എത്തി. ദെൻ കംസ് മാത്തമാറ്റിക്സ്. എന്നിട്ടാണ് നിങ്ങൾ എന്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം, എന്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, എന്ത് ആഡ് ചെയ്യണം, എന്ത് സബ്ട്രാക്ട് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ പിന്നീടാണ് ചിന്തിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ മാത്തമാറ്റിക്സ് ഏതൊക്കെ സ്റ്റെപ്പുകളിൽ കൂടി കടന്നു പോകണം എന്ന് നമ്മൾ ചിന്തിച്ചൊരു വഴിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ യു ഷുഡ് ട്രൈ ടു ഇൻക്രീസ് സ്പീഡ്. കാരണം ഒരു മിനിറ്റിലെ ഒരു കുറച്ച് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റിയാൽ, കുറച്ച് സെക്കൻഡ് നമുക്ക് ലാഭിക്കാൻ പറ്റിയാൽ അത് ഇതിനേക്കാൾ പ്രയാസമുള്ള മറ്റൊരു ചോദ്യത്തിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. തിങ്ക് അബൌട്ട് കോൺസെപ്റ്റ്, ദെൻ ആപ്ലിക്കേഷൻ, ദെൻ മാത്തമാറ്റിക്സ് ആൻഡ് ദെൻ ട്രൈ ടു നോട്ട് കോംപ്രമൈസ് ഓൺ സ്പീഡ്. അങ്ങ് സ്പീഡ് കൂട്ടി ഇടിച്ചു കയറണമെന്നല്ല ഞാൻ പറയുന്നത്, നോട്ട് കോംപ്രമൈസ് ഓൺ സ്പീഡ്. നമുക്ക് പറ്റുന്ന തെറ്റെന്താണ്? നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ഇവിടുന്നാണ്. മാത്തമാറ്റിക്സ് എന്താണ് എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അതിലെ മാത്തമാറ്റിക്സിനെ പറ്റിയാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ചോദ്യത്തിൽ ഞാൻ എന്തൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, അല്ലേ? നമ്മൾ ആദ്യം അതാണ് ചിന്തിക്കുന്നത്. സോ ദാറ്റ്സ് റോങ്. അതാണ് CSIRന്റെ പ്രധാന ട്രാപ്പ്. ക്ലിയർ? സോ CSIR തിങ്സ് കോൺസെപ്റ്റ് ഫസ്റ്റ്, ബട്ട് വി തിങ്ക് മാത്തമാറ്റിക്സ് ഫസ്റ്റ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് നമ്മളെ കൊടുക്കുന്ന കാര്യവും. പിടികിട്ടിയോ? ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പുതിയ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾ ഇനി മോക്ക് ടെസ്റ്റുകളിലൂടെ കടന്നു പോകുന്നത്, അല്ലേ? അപ്പോൾ ധാരാളം മോക്ക് എക്സാമുകൾ എഴുതും. മോക്ക് എക്സാമുകൾ എഴുതുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതാണ്:
എന്താണ് ഇതിലെ കോൺസെപ്റ്റ് എന്ന് ചിന്തിച്ച് നിങ്ങൾ ആൻസർ ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു പോകുമ്പോൾ ഇറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻസ് ബിക്കം ഈസിയർ. ക്ലിയർ? ദെൻ ഏതൊക്കെ പേപ്പറുകൾ നമ്മൾ പഠിക്കണം, ഏതൊക്കെ പേപ്പറുകൾക്കാണ് ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ന്യൂക്ലിയർ ഫിസിക്സ്, നല്ല ചോദ്യങ്ങളുണ്ടാവും, നമ്മൾ അങ്ങനെ നോക്കാത്ത ഒരു പേപ്പറാണ്. ദെൻ ക്വാണ്ടം മെക്കാനിക്സ്, ഉറപ്പായും നല്ല ക്വസ്റ്റ്യൻസ്, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ആ ഭാഗത്തു നിന്നും ഉണ്ടാവും. ദെൻ മാത്തമാറ്റിക്കൽ ഫിസിക്സ്, ഒരു തവണ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ നിന്ന് ചോദ്യങ്ങൾ കുറച്ച് കുറഞ്ഞു എന്ന് കരുതി എല്ലാ തവണയും അങ്ങനെ കുറയും എന്ന് ഒരു ഉറപ്പുമില്ല. മാത്തമാറ്റിക്കൽ ഫിസിക്സ് ഒരിക്കലും ഉപേക്ഷിക്കരുത്. ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി ക്വസ്റ്റ്യൻസ് ധാരാളം ഉണ്ടാവും. ദെൻ ക്ലാസിക്കൽ മെക്കാനിക്സ് ഉറപ്പാണ്. ഇലക്ട്രോണിക്സ് ക്വസ്റ്റ്യൻസ് നല്ലപോലെ ഉണ്ടാവും. നല്ല കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണ്ടുന്ന ക്വസ്റ്റ്യൻസും ഇലക്ട്രോണിക്സിൽ നിന്നും ഉണ്ടാവും. ദെൻ കംസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സും നല്ല ചോദ്യങ്ങൾ വരുന്ന, പ്രയാസമെന്ന് തോന്നിക്കുന്ന ചോദ്യങ്ങൾ വരുന്ന ഒരു പേപ്പറാണ്. സോ ദീസ് all papers are not of equal importance. So some topics generate far more marks than the other. Okay, so എല്ലാ പേപ്പറുകളും ഒരേപോലെയാണ്, എല്ലാ പേപ്പറുകൾക്കും ഞാൻ തുല്യ പ്രാധാന്യം കൊടുക്കണം, ജനാധിപത്യ മര്യാദ അതാണ് എന്നൊന്നുമില്ല. കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഭാഗത്തേക്ക് നമ്മൾ കൂടുതൽ ചായണം. കാരണം നമുക്ക് വി നീഡ് ഹൈ റിട്ടേൺ ഓൺ അവർ സ്മോൾ ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ്? ഹാർഡ് വർക്ക് ആൻഡ് ടൈം. അതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് കൊടുത്തിട്ട് നമുക്ക് കൂടുതൽ റിട്ടേൺ വേണം. അതാണ് നമ്മുടെ ഉദ്ദേശം. ക്ലിയർ? ദെൻ ദിസ് ഈസ് യുവർ ഫസ്റ്റ് ഇയർ. നെവർ ഇഗ്നോർ ദീസ് പേപ്പേഴ്സ്. ഇമ്പോർട്ടൻറ്റ്: മാത്തമാറ്റിക്കൽ, ക്വാണ്ടം, ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, ന്യൂക്ലിയർ ആൻഡ് കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. ഈ 6 പേപ്പറുകൾ നിങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ്. ഏതൊക്കെയാണ്? മാത്തമാറ്റിക്കൽ, ക്വാണ്ടം, ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, സ്റ്റാറ്റിസ്റ്റിക്കൽ, ന്യൂക്ലിയർ ആൻഡ് കണ്ടൻസ്ഡ് മാറ്റർ. കണ്ടൻസ്ഡ് മാറ്റർ എന്ന് പറയാൻ ഞാനിത് ഒരുമിച്ച് എഴുതാനുള്ള കാരണം, ന്യൂക്ലിയർ ആൻഡ് കണ്ടൻസ്ഡ് മാറ്റർ ദേ ആർ ദി ആപ്ലിക്കേഷൻസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് ഓൺലി. സോ അതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾ ഫിസിക്സ് മാത്രമാണ് അതിനകത്ത് കുറച്ച് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. അത് കുറച്ച് ഒരു ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റിയാണ്. എന്നാൽ പോലും ഈ പേപ്പറുകൾ നിങ്ങൾ നോക്കിക്കോ, ദേ വിൽ ഈൽഡ് യു ഹൈ റിട്ടേൺ. ഇനിയുള്ള ദിവസങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ ഈ പേപ്പറുകൾ കൂടുതലായിട്ട് റിവൈസ് ചെയ്യുക, കൂടുതൽ സമയം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ദെൻ ദീസ് പേപ്പേഴ്സ് ഹാവ് ടു ബി മാസ്റ്റേർഡ് ഫസ്റ്റ്. ആദ്യമേ ചെയ്യേണ്ടത് അതായിരുന്നു. ഇനി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇനി ഉള്ള സമയം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, ദെൻ കം ടു മാത്തമാറ്റിക്കൽ ഫിസിക്സ്. വാട്ട് ഓൾ തിങ്സ് ഹാസ് ടു ബി ലേൺഡ്? ഫസ്റ്റ്, ലീനിയർ ആൾജിബ്ര, ദെൻ കോംപ്ലക്സ് വേരിയബിൾസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഫോറിയർ ട്രാൻസ്ഫോം, ഫോറിയർ സീരീസ്, ആ കാര്യങ്ങളെല്ലാം. ദെൻ വെക്ടർ കാൽക്കുലസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഫിസിക്സ് ഏകദേശം തീർന്നു എന്ന് പറയാം. ഓക്കെ, സോ ദീസ് ടോപ്പിക്സ്, കാരണം ഈ ടോപ്പിക്കുകൾ പഠിക്കണമെന്ന് പറയാനുള്ള കാരണം, മാത്തമാറ്റിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ഫിസിക്സ്. സോ ബാക്കി എല്ലാ പേപ്പറുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ പറയപ്പെട്ട ടോപ്പിക്കുകളിലാണ്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ക്വാണ്ടം, ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്, ദെൻ ക്ലാസിക്കൽ മെക്കാനിക്സ് ഓർ ഫ്ലൂയിഡ് മെക്കാനിക്സ്, എവറിത്തിങ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണമെന്ന് പറയാനുള്ള കാരണം. ഓക്കെ, ദെൻ ഗോ ടു ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സ്, ഓപ്പറേറ്റർ ഓൾജിബ്ര, മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻസ് പഠിക്കണം. Then angular momentum algebra, spin angular momentum algebra, very important. Then harmonic oscillator problem, one dimensional box problems. Then perturbation, ഒത്തിരി ചോദ്യങ്ങൾ വരുന്നതാണ്. Then ഐഗൻ വാല്യൂ പ്രോബ്ലത്തിലാണ് നമ്മൾ വൺ ഡയമെൻഷണൽ ബോക്സ് പ്രോബ്ലം ഒക്കെ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സിൽ ഏകദേശം പഠിക്കേണ്ടതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഭാഗങ്ങൾ നിങ്ങൾ ഒന്നുകൂടി നോക്കുക പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ്. ഓക്കെ, സോ ഞാൻ ഈ ഭാഗങ്ങൾ എടുക്കാനുള്ള കാരണം, ഐ ഹാവ് റെക്കഗ്നൈസ്ഡ് സം പാറ്റേൺ ബൈ അനലൈസിങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ടിങ് ഫ്രം 2010. ഈ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്.
കുറച്ച് ചോദ്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകും. നമ്മൾ ചിലപ്പോൾ സ്കാറ്റേഡ് പ്ലോട്ടൊക്കെ വരയ്ക്കുമ്പോൾ കുറച്ച് 2-3 പോയിന്റുകൾ അവിടെയൊക്കെ കിടക്കും. വി ആർ നോട്ട് ബോദറിങ് അബൌട്ട് ദാറ്റ്. മനസ്സിലാവുന്നുണ്ടോ? സോ ആ പ്ലോട്ടുകളെ പറ്റി നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല, അവിടെ കിടക്കട്ടെ, നമുക്ക് ബാക്കിയുള്ളതുണ്ടല്ലോ. ഓക്കെ, സോ ആൻഡ് യു ഹാവ് ടു analyze these questions and recognize a pattern. A mere memorization of these topics will not help you to pass or to score high marks in CSIR physics examination. ചുമ്മാ കാണാതെ പഠിച്ചു എന്ന് കരുതി നിങ്ങൾക്ക് ആരും കൊണ്ടുവന്ന് റാങ്ക് തരില്ല. ഓക്കെ, സോ ദിസ് ഈസ് ഫോർ ക്വാണ്ടം മെക്കാനിക്സ്. ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, ബൗണ്ടറി കണ്ടീഷൻസ് പഠിപ്പിച്ചതാണ്, നോക്കിയിട്ട് പോവുക. Then wave propagation, dielectric medium, then different kinds of media നമ്മൾ പഠിച്ചതാണ്. Then potentials, gauge transformation, അങ്ങനത്തെ കാര്യങ്ങൾ. Then pointing vector, electromagnetic waves, then electrostatics and magnetostatics. ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റോസ്റ്റാറ്റിക്സും പഠിച്ചിട്ട് പോക്കണം, മറക്കരുത്. Then you have to understand these concepts and do not memorize ചെയ്യരുത്, കാണാതെ പഠിക്കരുത്. Okay, then statistical mechanics. So statistical mechanics, statistics and statistical physics are separated. Okay, in statistics you have to study about conditional probability, Bayesian analysis, then expectation, variance, normal distribution, random variables. ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അതിനുശേഷമാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലേക്ക് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സിലേക്ക് നമ്മൾ കടന്നത്. So in statistical physics, what all things you have to study? Partition function, then ensembles. Everything starts with Z, right? So yes, everything starts from Z. So partition function is the base. Partition function, ensembles, Bose-Einstein condensate, then Fermi-Dirac state, then Maxwell's distribution, entropy, everything. So if you can read a question and you can formulate partition function by reading that question, then you are half done. പിന്നെ അതിനുശേഷം കുറച്ച് ഡിഫറൻസിയേഷൻ, കുറച്ച് ഇൻ്റഗ്രേഷൻ. നമ്മൾ സിനിമയിൽ പറയുന്നത് പോലെ കുറച്ച് പരുത്തിക്കുരു അല്ലേ, കുറച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, കുറച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. ക്ഷമയോടെ ചോദ്യം വായിക്കണം, ചോദ്യം വായിച്ചിട്ട് എന്താണെന്നുള്ളത് ഡീകോഡ് ചെയ്യണം, അത് എഴുതണം. എങ്കിൽ മാത്രമേ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഇതിനെല്ലാം ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ ഒന്ന് റെക്കഗ്നൈസ് ചെയ്ത് നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിനോളം എളുപ്പമായിട്ടുള്ള ഒരു പേപ്പർ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? സോ ചോദ്യം വായിക്കുക, ചോദ്യം മനസ്സിലാക്കുക, എന്നിട്ട് ഉത്തരത്തിലേക്ക് പോവുക. ക്ലിയർ? ദെൻ ഹിയർ I have discussed about some time wasting. ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ സമയം വേസ്റ്റ് ചെയ്യുന്നത്? എപ്പോ? അവസാന സമയങ്ങളിൽ. മനസ്സിലാവുന്നുണ്ടോ? സോ ഈ അവസാന സമയങ്ങളിൽ നമ്മൾ അനാവശ്യമായി സമയം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. മൊബൈൽ റീല് കാണുന്നതോ അല്ലെങ്കിൽ നമ്മൾ ചുമ്മാതെ വേസ്റ്റ് ചെയ്യുന്ന സമയമോ അല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. പഠിക്കുകയാണ് എന്നുള്ള വ്യാജേന നമ്മൾ സമയം വേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ സ്മോൾ റിട്ടേൺ ഓൺ ഇൻട്രസ്റ്റ് ടോപ്പിക്സ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ ഗ്രൂപ്പ് തിയറി, ഞാൻ ഇന്ന് ഗ്രൂപ്പ് തിയറി പഠിച്ചിട്ട് പോയിട്ടേ ഉള്ളൂ. ഒരു ചോദ്യമായിരിക്കും വരുന്നത്. ആ ഒരു ചോദ്യത്തിന് വേണ്ടി നിങ്ങൾ 10 ദിവസം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ഇന്ന് വരെ ഗ്രൂപ്പ് തിയറി പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി ഗ്രൂപ്പ് തിയറി പഠിച്ചിട്ട് ആ ഒരു ചോദ്യത്തിന് വേണ്ടി 10 ദിവസം വേസ്റ്റ് ചെയ്യുന്ന എന്തിന്? അല്ലെങ്കിൽ എറർ പ്രൊപ്പഗേഷൻ, ഒരു ചോദ്യം വന്നാലായി. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ എഴുതണ്ടാത്ത ചോദ്യത്തിലോട്ട് അത് തള്ളിക്കളാം. എന്നിട്ട് എഴുതേണ്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് 20 ചോദ്യത്തിൽ 15 ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത് അല്ലേ? അല്ലെങ്കിൽ 25 ചോദ്യങ്ങൾ തന്നിട്ട് ഇതിൽ 20 എണ്ണമാണ് എഴുതേണ്ടത്. അപ്പോൾ അതിലേക്ക് ആ ബാക്കി മിച്ചം കിടക്കുന്ന 5 എണ്ണത്തിലേക്ക് നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ഈ ടോപ്പിക്കുകളെ കളയുക. എന്നിട്ട് അറിയാവുന്ന ടോപ്പിക്കുകൾ കൃത്യമായി ചെയ്യുക. സോ അതാണ് പറഞ്ഞത്, റിട്ടേൺ ഓൺ ഇൻട്രസ്റ്റ് കുറവായിട്ടുള്ള, ഇൻവെസ്റ്റ്മെന്റ് കുറവായിട്ടുള്ള ടോപ്പിക്കുകളിൽ അനാവശ്യമായി സമയം കളയാതിരിക്കുക. ഫോർ എക്സാമ്പിൾ എറർ പ്രൊപ്പഗേഷൻ, ഗ്രൂപ്പ് തിയറി, ദെൻ ഈ എന്താണ് കുറേ അനാലിസിസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, കൈ സ്ക്വയർ ടെസ്റ്റ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അതിൻ്റെ ഒന്നും നമ്മൾ പഠിച്ചിട്ട് കൂടുതൽ കാര്യമില്ല. ഒരു ചോദ്യം വന്നാലായി, ആ ഭാഗത്ത് എല്ലാം കൂടെ കൂട്ടി ഒറ്റ ചോദ്യമായിരിക്കും. സോ അങ്ങനത്തെ ഭാഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് എലിമിനേറ്റ് ചെയ്യുക. കാരണം ഇതെല്ലാം പഠിച്ചിട്ട് കാര്യമില്ല.
ഓക്കെ. ദെൻ സം ലെങ്തി ഡെറിവേഷൻസ്. ഇനി ഡെറിവേഷൻ പഠിക്കാനുള്ള സമയമല്ല. ഇനി ഡെറിവേഷൻ പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യവുമില്ല. കാരണം ഇനി നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ ബ്രെയിനിൽ അത് ക്ലോസ് ചെയ്തു. ഇനി നമ്മുടെ ഉദ്ദേശം എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. സോ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ ഇനി ഡെറിവേഷൻ പഠിച്ചിട്ട് പോയിട്ട് എന്താണ് കാര്യം? നോബഡി ഈസ് ആസ്കിങ് യു ഹൗ ടു ഡിറൈവ്. സോ ദെൻ വാട്ട് ഇസ് എ യൂസ്? അതുകൊണ്ട് ഈ അവസാന കുറച്ച് ദിവസങ്ങളിൽ ഡെറിവേഷൻസ് ഒഴിവാക്കുക. നിങ്ങൾ ഡിറൈവ് ചെയ്തു, നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാൻ അറിയാം, ആയിക്കോട്ടെ, എന്തിനാണ് ഇനി അതിൽ വേസ്റ്റ് ചെയ്യുന്നത് സമയം? ഓക്കെ. ദെൻ റയർ ഫോർമുല, വളരെ എന്താണ് ഈ എക്സ്ക്ലൂസീവ്ലി ഫോർ ദിസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ഫോർമുലയിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന ഒരു കുഞ്ഞു ഫോർമുല, അത് പഠിച്ചിട്ട് നമ്മുടെ ബ്രെയിനിൽ മെമ്മറി വേസ്റ്റ് ചെയ്യുന്നതിനാണ്. നോ നീഡ്. ദെൻ ലോ ഫ്രീക്വൻസി ടോപ്പിക്സ്, അങ്ങനെ ചോദ്യം വരത്തില്ലാത്ത ചില ഭാഗങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ചില കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളൊക്കെ വരാറുണ്ട്. ഇപ്പോൾ മോസ്ബോർ സ്പെക്ട്രോസ്കോപ്പി എന്നൊക്കെ പറഞ്ഞ് കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സിൽ, നമ്മുടെ അറ്റോമിക് ആൻഡ് മോളിക്യുലർ ഫിസിക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് അതൊക്കെ പഠിക്കുന്നത്? മനസ്സിലാവുന്നുണ്ടോ? സോ ദെൻ എക്സസീവ് മെമ്മറൈസേഷൻ. ചിലരുണ്ട് ആദ്യം മുതൽ അവസാനം വരെ, നോട്ടിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഇത് മുഴുവൻ കാണാതെ പഠിച്ചിരിക്കുന്നവരുണ്ട്. എവിടെയെങ്കിലും അത് കാണാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മറ്റേ കോമള പോലെയാണ്. എവിടെയെങ്കിലും ഒന്ന് തട്ടിയാൽ പൊട്ടിപ്പോവും. പിന്നെ അതിനകത്ത് നിന്ന് ഒന്ന് റിക്കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ. നമ്മുടെ SSD ഡ്രൈവ് പോലെയാണ്, ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പോയി. റിക്കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. സോ ആ ഒരു രീതിയിലുള്ള കാണാതെ പഠിക്കുന്നവർ അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കി പഠിക്കുക, മനസ്സിലാക്കി നിങ്ങൾ ഹൃദിസ്ഥമാക്കുക. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാനും റിക്കവർ ചെയ്യാനും വളരെ എളുപ്പമാണ്. പരീക്ഷയ്ക്ക് പോയി അപ്ലൈ ചെയ്യാനും എളുപ്പമാണ്. ഓക്കെ. ദെൻ സോ യു ഹാവ് ടു പ്രയോറിറ്റൈസ് ആൻഡ് ഡോണ്ട് പാനിക്. ഭയം വേണ്ട, ജാഗ്രത മതി. ദെൻ സോ ദിസ് ഷുഡ് ബി യുവർ സ്ട്രാറ്റജി. രാവിലെ എഴുന്നേൽക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയം രാവിലെ ആക്കി കണക്കാക്കി നിങ്ങളത് ചെയ്യുക. ചിലർ ഉച്ചയ്ക്ക് എഴുന്നേൽക്കുന്നവരുണ്ട്, ഉച്ച എന്നുള്ളത് അവരുടെ രാവിലെയാണല്ലോ, അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. സോ ഇൻ മോർണിംഗ് കോൺസെപ്റ്റ് റിവിഷൻ. ദെൻ ആഫ്റ്റർനൂൺ. ഇപ്പോൾ മോർണിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ സൂര്യൻ ഉദിക്കുന്നത് മുതൽ ഇത്ര സമയം രാവിലെ ഗണിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാം ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എന്ന് കരുതി രാവിലെ 2 മണിക്കൂർ പഠിച്ചു, പിന്നെ ഒരു ലോങ് ബ്രേക്ക്, പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്ക് ശേഷം അല്ലേ, ഉച്ചയ്ക്ക് ശേഷം ഒരു 2 മണിക്കൂർ പഠിച്ചു, പിന്നെ ഈവനിങ് 2 മണിക്കൂർ പഠിച്ചു. അതൊന്നുമല്ല, ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇനി അങ്ങനെ ബ്രേക്ക് ഒന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ബ്രേക്ക്, ചുമ്മാ ഒന്ന് ശുദ്ധമായി ശ്വസിച്ചിട്ട് പച്ചപ്പ് ഹരിതാപയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് വന്നിരുന്ന് വീണ്ടും പഠിക്കുക. ഓക്കെ. ഇനി അധികം സമയം നമുക്ക് വേസ്റ്റ് ചെയ്യാനില്ല. സോ കോൺസെപ്റ്റ് റിവിഷൻ. ദെൻ യു ഹാവ് ടു പ്രാക്ടീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ദെൻ ഇൻ ദ ഈവനിങ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കോൺസെപ്റ്റും വെച്ച് രാവിലത്തെയും ഉച്ചക്കത്തെയും ആ എക്സസൈസ് വെച്ചിട്ട് വൈകുന്നേരം വീണ്ടും ഇതേ കാര്യം റിപ്പീറ്റ്. ദെൻ ഇൻ ദ നൈറ്റ് ഫോർമുല റിവിഷൻ ആൻഡ് റിവിഷൻ. ഫോർമുല റിവിഷൻ എന്ന് ഞാൻ കൊടുത്തിട്ടേ ഉള്ളൂ. അത് റിവിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഡെറിവേഷൻസും മറ്റ് ചപ്പുചവർ സാധനങ്ങളും എല്ലാം റിവൈസ് ചെയ്യുമോ എന്നുള്ള ഭയം കൊണ്ട് ഞാനത് ഒഴിവാക്കിയതാണ്. റിവിഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ നൈറ്റ് റിവൈസ് ചെയ്തിട്ട് അന്ന് പഠിച്ചതും തലേന്ന് പഠിച്ചതും അതിന് മുമ്പിൽ പഠിച്ച കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്തിട്ട് കിടക്കുക. പിറ്റേന്ന് എഴുന്നേറ്റ് വീണ്ടും പുതിയ കാര്യങ്ങൾ റിപ്പീറ്റ്. പിടികിട്ടിയോ? ഇതായിരിക്കണം നിങ്ങളുടെ ഒരു 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 റുട്ടീൻ ഇനി എക്സാം വരെ. ഓക്കെ. സോ യു ഷുഡ് റിപ്പീറ്റ് ദിസ് ഡെയിലി. മരുന്ന് കുടിക്കുന്നവർ 1 വീതം 3 നേരം. സോ ഇതായിരിക്കണം നമ്മുടെ ഒരു എയിം. ക്ലിയർ? സോ ദെൻ ദിസ് ഈസ് യുവർ സക്സസ് ഫോർമുല. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ: കോൺസെപ്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, നിധിയാണ്, റിവിഷൻ, ദെൻ മോക്ക് ടെസ്റ്റ്. ഈ 4 കാര്യങ്ങളും കൂടെ കൂടി ചേർന്നാൽ യു വിൽ ഗെറ്റ് സക്സസ്. ഓക്കെ. സോ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അതുണ്ടാവണം. കോൺസെപ്റ്റാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഇത് എന്താണ്, പലചരക്ക് കടയിൽ ചെന്ന് മേടിക്കാൻ കിട്ടുന്നതായിരുന്നെങ്കിൽ നമുക്ക് എന്ത് വില കൊടുത്ത് മേടിക്കാമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഈ കാണാതെ പഠിക്കുന്നവരും മനസ്സിലാക്കി പഠിക്കുന്നവരും
തമ്മിലുള്ള വ്യത്യാസം ഇവിടെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ വീക്ക്ലി എക്സാം ഒക്കെ നടത്തുമ്പോൾ കാണാതെ പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ചിലപ്പോൾ വീക്ക്ലി എക്സാമിനൊന്നും നമുക്ക് എപ്പോഴും ഹൈലി ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും എപ്പോഴും ഇടാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഓരോ ആഴ്ചയിലെ ടോപ്പിക് അനുസരിച്ച് എല്ലാ ആഴ്ച കുറച്ച് ടോപ്പിക്കുകളെ ഉണ്ടാവും ഫൈനൽ എക്സാമിന് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ കാണാതെ പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ ഫോർമുലയും മറ്റു കാര്യങ്ങളെല്ലാം കാണാതെ പഠിച്ച് നടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് വീക്ക്ലി എക്സാം എന്ന് പറയുന്നത് അത് അവർക്ക് പുഷ്പ പറയുന്നത് ബണ്ണ് സാപ്പിടേണ്ട മാതിരിയായിരിക്കും, വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് ആ ഒരു കാര്യം ഒന്ന് കഴിഞ്ഞു കിട്ടുക എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ചിന്തിക്കുന്നേ ഇല്ല. അടുത്ത ആഴ്ച കഴിഞ്ഞ ആഴ്ചത്തെ കാര്യങ്ങൾ ഓർക്കാൻ പറഞ്ഞാൽ അവർക്ക് ആ ഒരു കാര്യം ഓർമ്മയെ കാണില്ല. മനസ്സിലാവുന്നുണ്ടോ? സോ പക്ഷേ അവസാനം ഈ മോക്ക് ടെസ്റ്റുകളുടെ സീരീസൊക്കെ വരുമ്പോഴേക്കും ഈ കാര്യങ്ങളെല്ലാം കൂടെ ഓർത്ത് വെക്കാനോ ഈ കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാനോ ഇവർക്ക് പറ്റിയെന്ന് വരില്ല. അവിടെ അവർക്ക് പണി കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? പുതിയ താരോദയങ്ങൾ ഉണ്ടായി വരുന്നത് ഈ മോക്ക് ടെസ്റ്റുകളുടെ സമയത്താണ്. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. എനിക്ക് പോലും ഈ പറഞ്ഞ മാർക്ക് കൂടി വന്നത് റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു ടോപ്പിലെത്താൻ പറ്റിയത്, ഒരു ആദ്യത്തെ 5 റാങ്കിനുള്ളിലൊക്കെ എത്താൻ പറ്റിയത് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ 500 പേരുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 5 പേരിലൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഹാപ്പിയാണ്. അപ്പോൾ ആ ഒരു ടോപ്പ് ലെവലിലേക്ക് എനിക്ക് എത്താൻ പറ്റിയത് ഈ മോക്ക് ടെസ്റ്റ് സീരീസ് തുടങ്ങിയ സമയത്താണ്. മോക്ക് ടെസ്റ്റ് സീരീസ് എന്ന് പറയുമ്പോൾ നമുക്ക് 10-20 എണ്ണം കാണും. അപ്പോൾ ഇതെല്ലാം പഠിച്ച് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അവിടെയാണ്. സോ ആ ഒരു സമയത്താണ് പുതിയ ആൾക്കാർ ഉദയം ചെയ്തു വരുന്നത്. അപ്പം നിങ്ങൾ അതിലൊരാളാവട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. സോ പഠിക്കുന്നത് മനസ്സിലാക്കി പഠിക്കുക, കാണാതെ പഠിക്കരുത്. വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ചെയ്ത് നോക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ദി സക്സസ് ഫോർമുല. അത് ഓർത്ത് വെക്കുക. കോൺസെപ്ച്വൽ ക്ലാരിറ്റി, കോൺസെപ്ച്വൽ സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, സോ ഡോണ്ട് ചേസ് ദി എൻറ്റയർ സിലബസ്, മാസ്റ്റർ ദ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ്. ഇതാണ് എനിക്ക് നിങ്ങളോട് കൺവേ ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു മെസ്സേജ്. സോ മുഴുവൻ സിലബസും ഞാൻ പഠിച്ചിട്ട് പോകും എന്നുള്ള അഹങ്കാരമോ ഒന്നും ആർക്കും വേണ്ട. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പോവുക. പോകുന്ന പരീക്ഷയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണം. നിങ്ങൾ പഠിച്ച ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഒരെണ്ണം പോലും തെറ്റിക്കാതെ, ഒരെണ്ണം പോലും വിടാതെ എല്ലാം കൃത്യമായി ആൻസർ ചെയ്യുക. പഠിക്കുന്ന കോൺസെപ്റ്റുകൾ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുക, പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ വരാൻ പറ്റുക. ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച വലിയ കാര്യങ്ങൾ. ഇപ്പോൾ ഈ പറഞ്ഞ റിവിഷൻ്റെ കാര്യവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ കാര്യവും കോൺസെപ്ച്വൽ ക്ലാരിറ്റി, കോൺസെപ്ച്വൽ സ്ട്രെങ്ത് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ ഭയക്കേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങളിപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു സുവർണ അവസരം കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നുണ്ട്. എന്താണത്? നിങ്ങൾക്ക് ഈ ജൂലൈയിലെ എക്സാമിന് വേണ്ടുന്ന ഈ 15 ദിവസമെങ്കിൽ 15 ദിവസം, ആ കുറഞ്ഞ സമയത്തേക്കും പിന്നെ ഡിസംബറിലേക്കും വേണ്ടുന്ന നമ്മുടെ കോച്ചിങ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. വി ആർ മോർ ഫോക്കസ്ഡ് ഓൺ ഡിസംബർ എക്സാമിനേഷൻ. അപ്പോൾ നിങ്ങളിപ്പോൾ ജൂലൈയിലെ പഠിച്ചിട്ടില്ലെങ്കിൽ യു ഷുഡ് ഫോക്കസ് ഓൺ യുവർ ഡിസംബർ എക്സാമിനേഷൻ. സോ ഡിസംബർ എക്സാമിനേഷനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള നമ്മുടെ ലോങ് ടേം ബാച്ച് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ആരംഭിച്ചിട്ടുണ്ട്. അവർ 180 days ലോങ് ടേം ബാച്ച് സ്റ്റാർട്ടഡ്. സോ അതിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു പുതിയ ബാച്ചിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ലൈവ് ക്ലാസ്സുകളും ടെസ്റ്റ് സീരീസും വീക്ക്ലി എക്സാമുകളും പിന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും പിന്നെ ആപ്പിലെ ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും JRF നേടിത്തരും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവുമില്ല. പ്രൊവൈഡഡ് ഇഫ് യു ആർ റെഡി ടു ഹാർഡ് വർക്ക്. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ നിങ്ങൾ സന്നദ്ധരാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ JRF നേടിത്തരും. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ആൻഡ് വൺസ് അഗെയിൻ ഈ ജൂലൈയിലെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഡിസംബറിലെ എക്സാമിന് വേണ്ടുന്ന എല്ലാ ആശംസകളും ഇപ്പോഴേ നേരുകയാണ്. ഇപ്പോഴേ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ആദ്യമേ തന്നെ പഠിച്ചു തുടങ്ങിക്കോ, സമയം വേസ്റ്റ് ആക്കരുത്. ഓക്കെ, we will see you with another video. Thank you.